ഈ അടുത്ത് ഒരു വ്യക്തി, അദ്ദേഹം ഫിസിക്സിൽ PhD ഒക്കെ എടുത്തിട്ടുള്ള വലിയൊരു വിദ്യാസമ്പന്നനാണെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് 2 ദിവസം മുമ്പ് ഒരു യൂട്യൂബ് വീഡിയോ, അദ്ദേഹത്തിന്റെ ഒരു വാദം പരിശോധിച്ചുകൊണ്ട് മാത്രം ആ ഒരു വീഡിയോ കേൾക്കാൻ തയ്യാറായതാണ്. ഒരു അവിശ്വാസിയുടെ, അദ്ദേഹം പറയാണ്, ഞാൻ ഒരു നല്ലൊരു വിശ്വാസിയായിരുന്നു, എന്തുകൊണ്ട് ഞാൻ അവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിന് കൃത്യമായ രൂപത്തിൽ ഉത്തരം ആരെങ്കിലും തന്നാൽ ഞാൻ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാനോ അതിന് മറുപടി കൊടുക്കാനോ നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകൾ തയ്യാറാകും എന്നുള്ളതാണ്. കാരണം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കേൾക്കുന്ന ഉടനെ മുട്ടിടിച്ചിട്ട് പേടിച്ച് വിറച്ചിട്ട് പിന്നോക്കം പോകുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഇന്നയാളെ ഞാൻ കൊണ്ടുവരാം, അദ്ദേഹത്തിന് മറുപടി തരാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ നല്ല സന്ദർഭങ്ങളുണ്ട്. അതിന് നല്ല മറുപടികൾ കൊടുക്കുക, അദ്ദേഹത്തെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സയൻസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ പല ആളുകളും ഇപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അതേ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുകയാണ്. കാരണം യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിത സന്ദേശം ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. യുക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്തൊരു മഹാനായിരുന്നു. അപ്പൊ പലപ്പോഴും നമുക്കിടയിലും യുക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും മതനിരാസം ആളുകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ യുക്തി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? സയൻസിന്റെ ലോകമാണ്. അത് തന്നെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. അത് മറ്റൊരു വിഷയം. ഒരിക്കലും യുക്തിയുടെ ലോകമല്ല സയൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊന്നാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യുക്തിയിൽ അധിഷ്ഠിതമാണ്, പക്ഷെ എന്നാൽ പോലും അനുഭവമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നേർക്കുനേരെ കാണാനും കണ്ട് മനസ്സിലാക്കാനും കാര്യങ്ങളെ സ്വയം ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയ്ക്കുള്ള വിജ്ഞാനങ്ങളെയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരുപാട് പരിമിതികൾ ഉണ്ട് എന്നാണ് സയൻസ് ലോകത്ത് നിന്നും പല വ്യക്തികളും പറയുന്നത്.